ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ എക്സാമിനേഷൻ ഓഫ് യൂറിൻ ആണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് പകുതി ഇന്നലെ ജസ്ന പറഞ്ഞിരുന്നു. ജസ്ന അതിൻ്റെ അകത്ത് നോക്കിയെന്ന് വെച്ചാൽ കെമിക്കൽ എക്സാമിനേഷനും പിന്നെ ഫിസിക്കൽ എക്സാമിനേഷനും. അതിൻ്റെ അകത്ത് കെമിക്കൽ എക്സാമിനേഷൻ്റെ ഫസ്റ്റ് 3 പ്രോട്ടീൻസും ഗ്ലൂക്കോസും കീറ്റോൺസും ഇന്നലെ ജസ്ന നോക്കിയിരുന്നു. നമ്മൾക്ക് ബാക്കി ഇന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് വണ്ണെന്ന് വെച്ചാൽ ബൈൽ പിഗ്മെൻറ്റ്സ്. ബൈൽ പിഗ്മെൻറ്റ്സ് നമുക്കറിയാമല്ലോ, അതൊരു ബ്രേക്ക് ഡൗൺ പ്രോഡക്റ്റ് ഓഫ് ഹീമോഗ്ലോബിൻ ആണ്. ബൈൽ പിഗ്മെൻറ്റ് എന്ന് പറയുന്നത് ബിലിറൂബിൻ. ഇത് 2 ഫോംസ് ഉണ്ട്, കോൺജുഗേറ്റഡ് ആവാം, അൺകോൺജുഗേറ്റഡ് ആവാം. ഈ കോൺജുഗേറ്റഡ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ലിവറിലേക്ക് പ്രസൻറ്റ് ചെയ്ത് ഗ്ലൂക്കിറോണൽ ട്രാൻസ്ഫറേസ് എൻസൈം ആക്ട് ചെയ്യും, എന്നിട്ട് നമ്മുടെ ബിലിറൂബിൻ കോൺജുഗേഷൻ നടക്കും. ഇപ്പം ബിലിറൂബിൻ യൂറിനിൽ ഉണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ബിലിറൂബിനീമിയ. അപ്പം ഒന്നുകൂടെ പറയാം, നമ്മുടെ RBC അത് ബ്രേക്ക് ഡൗൺ ആവും, അത് റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിലാണ് ബ്രേക്ക് ഡൗൺ ആവുന്നത്. എന്നിട്ട് നമുക്ക് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ കിട്ടും. ഈ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ നേരെ ബ്ലഡ് സ്ട്രീമിലേക്ക് പോകും. ഈ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഇറ്റ് ഈസ് ബൗണ്ട് ടു ആൽബുമിൻ. എന്നിട്ട് ഇതിനെ നമ്മൾ ലിവറിലേക്കാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ലിവറിൽ ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ ദി എൻസൈം ഗ്ലൂക്കിറോണൽ ട്രാൻസ്ഫറേസ്. അപ്പം കോൺജുഗേഷൻ നടക്കും. എന്നിട്ട് ഇതിനെ നമ്മൾ ഗട്ടിലേക്കാണ് പോകുന്നത്. ഇത് ഗട്ടിലേക്ക് പോകും. അവിടെ ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ ഗട്ട് ബാക്ടീരിയ where it forms urobilinogen. പിന്നെ 80% is excreted in feces as stercobilin. പിന്നെ 2% is excreted in urine as urobilin. 18% into hepatic circulation. Now ഇത് ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജോണ്ടിസിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഹീമോലൈറ്റിക് ജോണ്ടിസിലാണെങ്കിൽ ബിലിറൂബിൻ യൂറിനിൽ ആബ്സെൻ്റ് ആവും, യൂറോബിലിനോജൻ ഇൻക്രീസ്ഡ് ആവും. ഇവിടെ ബിലിറൂബിൻ എന്തുകൊണ്ട് ആബ്സെൻ്റ് ആണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഹീമോലൈറ്റിക് ജോണ്ടിസിൽ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണ് കൂടുന്നത്. ഞാൻ പറഞ്ഞു അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആൽബുമിനായിട്ട് ബൗണ്ട് ആണ് ഇരിക്കുന്നത്. അപ്പം അത് ഇൻസോളബിൾ ആണ്. അതുകൊണ്ട് നമ്മുടെ ഗ്ലോമറുലൈ പാസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബിലിറൂബിൻ ഹീമോലൈറ്റിക് ജോണ്ടിസിൽ യൂറിനിൽ കാണാൻ പറ്റത്തില്ല. വേറസ് ഹെപ്പറ്റോസെല്ലുലർ ജോണ്ടിസിലും ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിലും നമുക്ക് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണ് യൂറിനിൽ കാണാൻ പറ്റുന്നത്. കോൺജുഗേറ്റഡ് ബിലിറൂബിൻ കൂടും, അപ്പോൾ അതിനെ നമുക്ക് യൂറിനിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഈ കേസസിൽ ഹെപ്പറ്റോസെല്ലുലറിലും ഒബ്സ്ട്രക്റ്റീവിലും ബിലിറൂബിൻ യൂറിനിൽ പ്രസൻറ്റ് ആവും. ഇവിടെ ഹെപ്പറ്റോസെല്ലുലറിൽ യൂറോബിലിനോജൻ ഉണ്ടാവും, ഒബ്സ്ട്രക്റ്റീവിൽ യൂറോബിലിനോജൻ ആബ്സെൻ്റ് ആവും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒബ്സ്ട്രക്റ്റീവിൽ ഗട്ടിലേക്ക് നമ്മുടെ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എത്തുന്നില്ല, അതുകൊണ്ട് യൂറോബിലിനോജൻ ഫോം ആവുന്നില്ല ഒബ്സ്ട്രക്റ്റീവിൽ. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് യൂറോബിലിനോജൻ ആബ്സെൻ്റ് ആയിട്ടുള്ളത്. പിന്നെന്ന് പറയുമ്പം അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസിൽ ബിലിറൂബിൻ യൂറിനിൽ കാണും. അതും വളരെ നേരത്തെ തന്നെ കാണും. അതായത് സിംറ്റംസ് ഓഫ് ജോണ്ടിസ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബിലിറൂബിൻ അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസിൽ കാണാൻ പറ്റും. പിന്നെ എനി ഫീവർ ഓഫ് അൺനോൺ ഒറിജിൻ വിത്ത് ബിലിറൂബിനീമിയ ഇസ് സജസ്റ്റീവ് ഓഫ് ഹെപ്പറ്റൈറ്റിസ്. ഇനി നമ്മൾ പറയുമ്പം ടെസ്റ്റ് ഫോർ ദി ഡിറ്റക്ഷൻ ഓഫ് ഹെപ്പറ്റൈറ്റിസ്. ഇപ്പം ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം, അതായത് നമ്മൾ എടുക്കുന്ന സ്പെസിമെൻറ്റ്, ഈ സ്പെസിമെൻ്റ് ഒരു ലൈറ്റ് പ്രൊട്ടക്റ്റഡ് റൂമിൽ വേണം വെക്കാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം സൺലൈറ്റ് അല്ലെങ്കിൽ ഫ്ലൂറസെൻ്റ് ലൈറ്റ് നമ്മുടെ യൂറിനിൽ ഹിറ്റ് ചെയ്താൽ ബിലിറൂബിൻ ബിലിവേർഡിനായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഫോർ ബിലിറൂബിൻ ചെയ്താൽ എല്ലാം നെഗറ്റീവ് ആയിരിക്കും, ഫോൾസ് നെഗറ്റീവ് കിട്ടും. അതുകൊണ്ട് ഒരു ലൈറ്റ് പ്രൊട്ടക്റ്റഡ് റൂമിൽ വേണം നമ്മൾ ഈ യൂറിൻ വെക്കാൻ. അപ്പോൾ ഇനി ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഫോം ടെസ്റ്റ്. ഫോം ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. ഒരു 5 ml യൂറിൻ എടുക്കണം. യൂറിൻ എടുത്തിട്ട് നമ്മൾ ഷേക്ക് ചെയ്യണം. ഷേക്ക് ചെയ്യുമ്പം യെല്ലോ കളർ ഫോം ചെയ്യുകയാണെങ്കിൽ അത് ബിലിറൂബിൻ പോസിറ്റീവ് ആയിരിക്കും. ഇപ്പം ഇവിടെ ഫോം ചെയ്യുന്നില്ല, അപ്പം ഇത് ബിലിറൂബിൻ നെഗറ്റീവ്. അത്രയേ ഉള്ളൂ ഫോം ടെസ്റ്റ്. 5 ml യൂറിൻ, ഷേക്ക്, ഫോം ആവണമെങ്കിൽ ബിലിറൂബിൻ പോസിറ്റീവ്, അതായത് യെല്ലോ കളർ ഫോം. ഇനി അടുത്തത് നെല്ലിൻസ് ടെസ്റ്റ്. നെല്ലിൻസ് ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ 3 ml കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് എടുക്കണം.
അതിലേക്ക് നമ്മൾ 3 ml യൂറിൻ ആഡ് ചെയ്യണം. എന്നിട്ട് ഷേക്ക് ചെയ്യണം. ഷേക്ക് ചെയ്യുമ്പോൾ നമുക്കിതിലുള്ള ഏത് കളർ വേണമെങ്കിലും ഫോം ചെയ്യാം. അതായത് യെല്ലോ കിട്ടാം, റെഡ് കിട്ടാം, വയലറ്റ് കിട്ടാം, ബ്ലൂ കിട്ടാം, ഗ്രീൻ കിട്ടാം. ഇതിൽ ഏത് കളർ വേണമെങ്കിലും കിട്ടാം. ഇത് അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ആണ് അങ്ങനെയൊന്നും പറയുന്നില്ല. ജസ്റ്റ് പറയുന്നത് നമുക്ക് ഇതിൽ ഏത് കളർ കിട്ടിയാലും ബിലിറൂബിൻ പോസിറ്റീവ് ആണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ നൈട്രിക് ആസിഡ് oxidizes bilirubin to biliverdin which gives it these colors. അതാണ് ജെംലിൻസ് ടെസ്റ്റ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ 3 ml നൈട്രിക് ആസിഡ്, അതിലേക്ക് 3 ml യൂറിൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന കളേഴ്സ് ആണ് യെല്ലോ, റെഡ്, വയലറ്റ്, ബ്ലൂ, ഗ്രീൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബിലിറൂബിൻ ഇസ് കൺവേർട്ടഡ് ടു ബിലിവേർഡിൻ. ഇനി അടുത്തത് ലുഗോൾസ് അയോഡിൻ ടെസ്റ്റ്. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലുഗോൾസ് അയോഡിൻ സൊല്യൂഷൻ. എന്താ ഇപ്പോൾ ലുഗോൾസ് അയോഡിൻ സൊല്യൂഷൻ? അതെന്ന് വെച്ചാൽ അയോഡിൻ 1 ഗ്രാമും പൊട്ടാസ്യം അയോഡൈഡ് 2 ഗ്രാമും നമ്മൾ 100 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഇടുമ്പോൾ കിട്ടുന്ന സൊല്യൂഷനാണ് ലുഗോൾസ് അയോഡിൻ സൊല്യൂഷൻ. 1 gram അയോഡിൻ, 2 gram പൊട്ടാസ്യം അയോഡൈഡ് ഇൻ 100 ml ഡിസ്റ്റിൽഡ് വാട്ടർ. അപ്പം ഈ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, 4 ml ലുഗോൾ അയോഡിൻ സൊല്യൂഷൻ ഇടണം. അതിലേക്ക് നമ്മൾ ഫ്യൂ ഡ്രോപ്സ് ഓഫ് യൂറിൻ ഇടുക. അപ്പം ഒരു ഗ്രീൻ കളർ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബിലിറൂബിൻ പോസിറ്റീവ്. ലുഗോൾസ് ഇത്രയേ ഉള്ളൂ. 4 ml ലുഗോൾ സൊല്യൂഷൻ, അതിലേക്ക് ഫ്യൂ ഡ്രോപ്സ് ഓഫ് യൂറിൻ. അത് ബിലിറൂബിൻ പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ ഗിവ് എ ഗ്രീൻ കളർ. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഫൗച്ചറ്റ്സ് ടെസ്റ്റ്. ഫൗച്ചറ്റ്സ് ടെസ്റ്റ് നമ്മൾ ബയോകെമിസ്ട്രിയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതും ഇത്രയേ ഉള്ളൂ. 5 ml യൂറിൻ എടുക്കണം, അതിലേക്ക് 2.5 ml ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു വൈറ്റ് കളർ സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിനെ ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ഫിൽറ്റർ പേപ്പറാണ് എടുക്കേണ്ടത്, അതല്ലാതെ ഫിൽട്രേറ്റ് അല്ല. ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫൗച്ചറ്റ്സ് റിയേജൻറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഒരു ബ്ലൂ ഗ്രീൻ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ആദ്യം ഫിൽറ്റർ പേപ്പർ. അതിലേക്ക് നമ്മൾ ഫൗച്ചറ്റ്സ് റിയേജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ഗ്രീൻ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. അതാണ് നമ്മുടെ ഫൗച്ചറ്റ്സ് ടെസ്റ്റ്. ഇത് നമ്മൾ ലാസ്റ്റ് ഇയർ ലാബിൽ ചെയ്തിട്ടുള്ളതാണ്. ഇനിയും ബിലിറൂബിനിൽ ലാസ്റ്റ് വരുന്നതാണ് റിയേജൻറ്റ് ടെസ്റ്റ്. Reagent strip or tablet impregnated with diazo reagent. ഈ ഡയസോ റിയേജൻറ്റും ബിലിറൂബിനും കൂടെ ഇൻട്രാക്ട് ചെയ്യുമ്പം അത് കളർ കൊടുക്കും. ആ പ്രിൻസിപ്പിളിലാണ് നമ്മളിവിടെ റിയേജൻറ്റ് സ്ട്രിപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഈ കളർ ചേഞ്ച് എന്ന് വെച്ചാൽ ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് ആണ്. അപ്പം ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ബിലിറൂബിൻ. ഇപ്പോൾ സ്ട്രിപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ റിയേജൻറ്റ് സ്ട്രിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ടാബ്ലറ്റ്സ്. ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ ഒരു കളറ്, പിന്നെ സ്മോൾ ക്വാണ്ടിറ്റി, മോഡറേറ്റ്, ലാർജ്, അങ്ങനെ കളർ വ്യത്യാസം വരും. അത് ഏത് കളറാണെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ബേസിക്കലി ഡയസോ റിയേജൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ഒരു കളർ ഗിവ് ചെയ്യും. അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ഇപ്പം ബിലിറൂബിൻ കഴിഞ്ഞു. ഇനി നമ്മുടെ ബൈൽ സോൾട്ട്സ്. ഈ ബൈൽ സോൾട്ട്സ് എന്ന് വെച്ചാൽ ദീസ് ആർ സോൾട്ട്സ് ഫോംഡ് ഫ്രം 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈൽ ആസിഡ്സ്. അതായത് കോളിക് ആസിഡ്, ഡിയോക്സികോളിക് ആസിഡ്, കീനോ ഡിയോക്സികോളിക് ആസിഡ് ആൻഡ് ലിത്തോകോളിക് ആസിഡ്. ഈ 4 ആസിഡ്സിൻ്റെ സോൾട്ടാണ് നമ്മുടെ ബൈൽ സോൾട്ട്സ്. ഇതിൻ്റെ ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ, ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ബൈൽ സോൾട്ട്സ് അലോങ് വിത്ത് ബിലിറൂബിൻ ഇസ് ഡിറ്റക്റ്റഡ് ഇൻ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ഇനി ബൈൽ സോൾട്ട്സിൻ്റെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഹേസ് ടെസ്റ്റ്. ഹേസ് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഹേസ് ടെസ്റ്റിൽ നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, 5 ml യൂറിൻ ആഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ സൾഫർ ഗ്രാന്യൂൾസ് കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. ഈ സൾഫർ ഗ്രാന്യൂൾസ് സിങ്ക് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയും ബൈൽ സോൾട്ട്സ് പോസിറ്റീവ്. ഈ സൾഫർ ഗ്രാന്യൂൾസ് ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബൈൽ സോൾട്ട്സ് നെഗറ്റീവ് എന്നാണ് പറയുക. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ
ഇപ്പം നമ്മുടെ ബൈൽ സോൾട്ട്സ് യൂറിനിൽ ഉണ്ടെങ്കിൽ അത് യൂറിൻ്റെ സർഫസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യും. സർഫസ് ടെൻഷൻ റെഡ്യൂസ് ആവുന്നതുകൊണ്ടാണ് നമ്മുടെ സൾഫർ ഗ്രാനുൾസ് സിങ്ക് ആവുന്നത്. വേറെ ഒരു നോർമൽ യൂറിനിൽ അതിൻ്റെ സർഫസ് ടെൻഷൻ വെച്ച് നമ്മുടെ സൾഫർ ഗ്രാനുൾസ് ഫ്ലോട്ട് ആവും. അപ്പോൾ ബൈൽ സോൾട്ട്സ് ഇത്രയേ ഉള്ളൂ. 5 ml urine adds sulfur granules. If it sinks, that means it's bile salt positive. ഇനി അടുത്തത് യൂറോബെലിനോജൻ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു യൂറോബെലിനോജൻ is formed in the gut by gut bacterial action. 80% is excreted in feces as stercobilinogen, 2% is excreted in urine as urobilin, and 18% it goes back into the hepatic circulation. അപ്പം യൂറോബിലിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുമ്പം 0.5 to 4 milligram. അത് 24 hours എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിനിൽ. അപ്പം നോർമൽ ഒരാളുടെ യൂറിനിൽ നമുക്ക് യൂറോബിലിനോജൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇനി യൂറിനറി എക്സ്ക്രീഷൻ ഓഫ് യൂറോബിലിനോജൻ ഷോസ് ഡയൂറിനൽ വേരിയേഷൻ, എസ്പെഷ്യലി ഇൻ ദ ആഫ്റ്റർനൂണിലാണ് ഹയസ്റ്റ് ലെവൽസ്. അപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പേഷ്യൻറ്റിനോട് 2 hours പോസ്റ്റ് മീൽ സാമ്പിൾ എടുക്കാനാണ്. ഇപ്പം യൂറോബിലിനോജൻ ഡിറ്റക്ട് ചെയ്യാനാണെങ്കിൽ 2 hours പോസ്റ്റ് മീൽ സാമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഓഫ് ഡയൂറിനൽ വേരിയേഷൻ. ഇനി വെൻ ഇസ് യൂറോബിലിനോജൻ ഇൻക്രീസ്ഡ് ഇൻ യൂറിൻ? സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഹീമോലൈസിസ്. ഹീമോലൈസിസിൽ എന്താ സംഭവിക്കാം? എക്സസീവ് ഡിസ്ട്രക്ഷൻ ഓഫ് റെഡ് സെൽസ് ഉണ്ടാവും. അപ്പം ബിലിറൂബിനീമിയ, അതായത് ബിലിറൂബിൻ ഇൻ ബ്ലഡ് ഇൻക്രീസ് ആവും. അപ്പം എന്താ, യൂറോബെലിനോജൻ ഫോർമേഷനും കൂടും. എന്നിട്ട് നമ്മുടെ യൂറോബെലിനോജൻ യൂറിനിൽ എക്സ്ക്രീറ്റ് ആവും. ഈ കേസ് ഓഫ് ഹീമോലൈസിസിൽ നമുക്ക് ബിലിറൂബിൻ എന്തുകൊണ്ട് യൂറിനിൽ കാണൂല? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ബിലിറൂബിൻ ഇവിടെ യൂറിനിൽ കാണത്തില്ല. ഇനി ഇതെപ്പോഴൊക്കെ ഉണ്ടാവുന്നത്? ഹീമോലൈറ്റിക് അനീമിയ, അതേപോലെ മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പം ഫസ്റ്റ് കണ്ടീഷൻ വേർ യൂറോബെലിനോജൻ ഇസ് ഇൻക്രീസ്ഡ് എന്ന് പറയുമ്പോൾ ഹീമോലൈസിസ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഹെമറേജ് ഇൻ ടിഷ്യൂ. ഇവിടെ അഗൈൻ ഡിസ്ട്രക്ഷൻ ഓഫ് റെഡ് സെൽസ് നടക്കുന്നു, ഇൻക്രീസ്ഡ് ഫോർമേഷൻ ഓഫ് ബിലിറൂബിൻ, അപ്പം ഇൻക്രീസ്ഡ് ഫോർമേഷൻ ഓഫ് യൂറോബെലിനോജൻ. ഇനിയും കേസസ് വേർ there is a reduction of urobilinogen. Obstructive jaundice. Obstructive jaundice എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബിലിറൂബിൻ ഗട്ടിലേക്ക് പ്രസന്റ് ആവുന്നില്ല, അപ്പം റെഡ്യൂസ്ഡ് ഫോർമേഷൻ ഓഫ് യൂറോബിലിനോജൻ. പിന്നെ റിഡക്ഷൻ ഓഫ് ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഫ്ലോറ. ഇവിടെ നിന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കോൺജുഗേറ്റഡ് ബിലിറൂബിനിൽ ഗട്ടിലെ ബാക്ടീരിയ ആക്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് യൂറോബിലിനോജൻ ഫോം ചെയ്യുന്നത്. അപ്പം ഈ ബാക്ടീരിയാസ് ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി യൂറോബിലിനോജൻ പ്രൊഡക്ഷനും കുറയും. ഇനിയും ടെസ്റ്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് യൂറോബിലിനോജൻ ഇൻ യൂറിൻ, ഏർലിക്സ് ആൽഡിഹൈഡ് ടെസ്റ്റ്. അപ്പം ഫസ്റ്റ് നമുക്ക് ഏർലിക്സ് ആൽഡിഹൈഡ് റിയേജൻറ്റ് യൂസ് ചെയ്യും. ഈ ഏർലിക്സ് ആൽഡിഹൈഡ് റിയേജൻറ്റ് എന്ന് വെച്ചാൽ കൺസിസ്റ്റ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 20 ml ഡിസ്റ്റിൽഡ് വിത്ത് 80 ml of distilled with water 80 ml, പിന്നെ പാരാ ഡൈമീഥൈൽ അമൈനോ ബെൻസാൽഡിഹൈഡ് 2 gram. അപ്പം ഫസ്റ്റ് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് 20 ml എടുക്കും, ഡിസ്റ്റിൽഡ് വാട്ടർ 80 ml, പിന്നെ പാരാ ഡൈമീഥൈൽ അമൈനോ ബെൻസാൽഡിഹൈഡ് 2 gram. ഇതാണ് നമ്മുടെ ഏർലിക്സ് റിയേജൻറ്റ്. ഏർലിക്സ് ആൽഡിഹൈഡ് ടെസ്റ്റ്. അപ്പം യൂറിൻ എടുക്കുക, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഏർലിക്സ് റിയേജൻറ്റ് ഇടുക. എന്നിട്ട് നമുക്കൊരു പിങ്ക് കളർ ഫോം ചെയ്യും. ഈ പിങ്ക് കളർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് യൂറോബിലിനോജൻ പ്രസൻറ്റ് ഇൻ യൂറിൻ. അപ്പോൾ ഒരു നോർമൽ പിങ്ക് കളർ കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ നോർമൽ ലെവൽ ഓഫ് യൂറോബിലിനോജൻ, അതായത് 0.5 to 4 milligram അത് പ്രസൻറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒരു നോർമൽ പിങ്ക് കളർ. ഇപ്പം ഒരു പിങ്ക് റെഡ് കളർ ആണെങ്കിൽ it indicates high levels of urobilinogen. ഇനി ഇപ്പം നമ്മൾ ഈ ഏർലിക്സ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം, അതായത്
ചിലപ്പം ഈ യൂറിനിൽ ബിലിറൂബിനും പ്രസന്റ് ആയിരിക്കും. ഇൻ ദാറ്റ് കേസ് നമ്മൾ ബിലിറൂബിനെ റിമൂവ് ചെയ്യണം. എങ്ങനെ റിമൂവ് ചെയ്യുന്ന വെച്ചാൽ യൂറിനിൽ 10% ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യണം. കാരണം ഇഫ് ബിലിറൂബിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫോൾസ് നെഗറ്റീവ് റിസൾട്ട്സ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ബിലിറൂബിനെ റിമൂവ് ചെയ്യുന്നത്. ഈ ബിലിറൂബിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ്ചർ ഫിൽറ്റർ ചെയ്യണം. എന്നിട്ട് ആ ഫിൽട്രേറ്റ് വെച്ച് നമ്മൾ ഈ ഏർലിക്സ് റിയേജന്റ് ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യണം. ഇനിയും നമ്മളിപ്പോൾ ഏർലിക്സ് ആൽഡിഹൈഡ് ടെസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ എന്നിട്ടിപ്പോൾ നമുക്കൊരു പിങ്ക് കളർ കിട്ടി, പിങ്ക് റെഡ് കളർ. ഇനി നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നതാണ് വാട്സൺ ഷ്വാർട്സ് ടെസ്റ്റ്. വാട്സൺ ഷ്വാർട്സ് ടെസ്റ്റ് ആണ് കൺഫർമേറ്ററി ടെസ്റ്റ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻ ഇതാണ്. യൂറിൻ പ്ലസ് ഏർലിക്സ് റിയേജന്റ് ഒരു പിങ്ക് റെഡ് സൊല്യൂഷൻ ആണ്. ഈ പിങ്ക് റെഡ് സൊല്യൂഷനിലേക്ക് നമ്മൾ ക്ലോറോഫോം ആഡ് ചെയ്യും. ഈ ക്ലോറോഫോം ആഡ് ചെയ്തിട്ട് നമുക്ക് താഴത്തെ ലെയർ മാത്രം പിങ്ക് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് യൂറോബെലിനോജൻ പോസിറ്റീവ് ആണ്. ഇൻസ്റ്റഡ് ഈ താഴത്തെ ലെയറിന് പകരം നമുക്ക് മുകളിലത്തെ ലെയർ ആണ് പിങ്ക് കളർ കിട്ടുന്നതെന്ന് വിചാരിച്ചോ. അതിൻ്റെ അർത്ഥം അത് ചാൻസസ് ഉണ്ട് നമുക്ക് പോർഫോബെലിനോജൻ ആവാൻ. ഈ യൂറോബെലിനോജനും പോർഫോബെലിനോജനും രണ്ടും ഏർലിക്സ് ടെസ്റ്റ് വെച്ച് നമുക്ക് പിങ്ക് കളറാണ് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൺഫർമേറ്ററി ചെയ്യുന്നത് വാട്സൺ ഷ്വാർട്സ് ടെസ്റ്റ്. അപ്പം വാട്സൺ ഷ്വാർട്സ് ടെസ്റ്റിൽ നമ്മുടെ യൂറിൻ പ്ലസ് ഏർലിക്സ് റിയേജന്റ് പിങ്ക് കളർ കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് യൂറോബെലിനോജൻ ആണോ പോർഫോബെലിനോജൻ ആണോ എന്ന് കൺഫേം ചെയ്യണം. ഇപ്പം നമ്മൾ ഇതിലേക്കൊരു ക്ലോറോഫോം ആഡ് ചെയ്തു. ക്ലോറോഫോം ആഡ് ചെയ്തിട്ട് ഇപ്പം താഴത്തെ ലെയർ മാത്രം പിങ്ക് കളറായിട്ട് റിമെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചോ. അതിൻ്റെ അർത്ഥം അത് യൂറോബെലിനോജൻ ആണ്. ഇനി ഫെർദർ നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല അതിൽ. അത് നമ്മൾ കൺഫേം ചെയ്തു. താഴെ മാത്രം പിങ്ക് വന്നു, അപ്പം യൂറോബെലിനോജൻ ആണെന്ന് നമ്മൾ കൺഫേം ചെയ്തു. ഇപ്പം എന്താ മേളത്തെ ലെയറാ പിങ്ക് ആയത്. മേളത്തെ ലെയർ പിങ്ക് ആകുമ്പോൾ ഇറ്റ് ഇസ് സജസ്റ്റീവ് ഓഫ് പോർഫോബെലിനോജൻ. അപ്പം ഇനി നമ്മൾ അത് കൺഫേം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്യൂട്ടനോൾ ആഡ് ചെയ്യണം. ബ്യൂട്ടനോൾ ആഡ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. അതായത് താഴത്തെ ലെയർ പിങ്ക് ആവും. അപ്പം നമ്മളത് പോർഫോബെലിനോജൻ ആണെന്ന് കൺഫേം ചെയ്യും. ഒരു കൺഫ്യൂഷനും ഇത് വേണ്ട. അതായത് നമ്മൾ യൂറിൻ ഏർലിക്സ് റിയേജന്റ് ഒരു പിങ്ക് കളർ കിട്ടും. ഈ പിങ്ക് കളറിൽ ക്ലോറോഫോം ആഡ് ചെയ്യുക. താഴത്തെ ലെയർ നമുക്ക് പിങ്ക് ആയിട്ട് കിട്ടുകയാണെങ്കിൽ കൺഫേം ചെയ്തോ അത് യൂറോബെലിനോജൻ ആണ്. ഇൻസ്റ്റെഡ് ഓഫ് ലോവർ ലെയർ നമുക്ക് അപ്പർ ലെയറാ പിങ്ക് കിട്ടുന്നതെന്ന് വെച്ചോ. അപ്പോൾ അത് സജസ്റ്റീവ് ഓഫ് പോർഫോബെലിനോജൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് നമ്മൾ ബ്യൂട്ടനോൾ ആഡ് ചെയ്യും. ഈ ബ്യൂട്ടനോൾ ആഡ് ചെയ്യുമ്പം താഴത്തെ ലെയർ പിങ്ക് കിട്ടുകയാണെങ്കിൽ അത് കൺഫേം ചെയ്യാം അത് പോർഫോബെലിനോജൻ ആണെന്ന്. ഇനിയും നമുക്ക് എപ്പോഴാണ് ഫോൾസ് നെഗറ്റീവ് റിയാക്ഷൻസ് ഒക്കർ ചെയ്യുന്നത്, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിൽ നമ്മുടെ യൂറോബെലിനോജനെ യൂറോബെലിനായിട്ട് ഓക്സിഡൈസ് ചെയ്യാം. അതുകൊണ്ട് അതായത് ബാക്ടീരിയൽ ടോക്സിൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനിൽ ഫോൾസ് നെഗറ്റീവ് കിട്ടാം. പിന്നെ ആൻറ്റിബയോട്ടിക് തെറാപ്പി, കാരണം നമ്മുടെ ഗട്ട് ബാക്ടീരിയ അവിടെ ഡിസ്ട്രോയ് ആവുന്നുണ്ട്. ഓക്കെ, ഇനിയും നമ്മൾ അടുത്തത് വരാൻ പോകുന്നത് ബ്ലഡ്. നമ്മളിപ്പോൾ ബിലിറൂബിൻ കഴിഞ്ഞു, ബൈൽ സോൾട്സ് കഴിഞ്ഞു, യൂറോബെലിനോജനും കഴിഞ്ഞു. അടുത്തതെന്ന് പറയുമ്പോൾ ബ്ലഡ്. The presence of abnormal number of intact red blood cells in urine is called hematuria. Hematuria എന്ന് പറയുമ്പോൾ 2 types ഉണ്ടാവാം. ഗ്രോസ് ഹെമറ്റൂരിയ, ഒക്കൾട്ട് ഓർ ഹിഡൻ ഹെമറ്റൂരിയ. ഗ്രോസ് ഹെമറ്റൂരിയ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നേക്കഡ് ഐസ് വെച്ച് നമുക്ക് ബ്ലഡ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും യൂറിനിൽ. അതിനാണ് ഗ്രോസ് ഹെമറ്റൂരിയ എന്ന് പറയുന്നത്. ഒക്കൾട്ട് ഓർ ഹിഡൻ ഹെമറ്റൂരിയ എന്ന് പറയുമ്പം ഒന്നിൽ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ കെമിക്കൽ ടെസ്റ്റ്, ഇതുകൊണ്ട് മാത്രം നമുക്ക് ബ്ലഡ് യൂറിനിൽ പ്രസന്റ് ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. അല്ലാതെ നേക്കഡ് ഐസ് കൊണ്ട് നോക്കുമ്പോൾ നോർമൽ യൂറിൻ കളർ ആയിരിക്കും. ഇനി കോസസ് ഓഫ് ഹെമറ്റൂരിയ. ഫസ്റ്റ് വൺ, ഡിസീസ് ഓഫ് യൂറിനറി ട്രാക്ട്. ഡിസീസ് ഓഫ് യൂറിനറി ട്രാക്ട് വരുമ്പോൾ അത് ഗ്ലോമെറുലാർ ഡിസീസ് ആവാം അല്ലെങ്കിൽ നോൺ ഗ്ലോമെറുലാർ ഡിസീസ്. ഗ്ലോമെറുലാർ ഡിസീസ് എന്ന് പറയുന്നത്
ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്, ലൂപ്പസ് നെഫ്രൈറ്റിസ്, ആ കേസസിലൊക്കെ ഹെമറ്റൂറിയ ഉണ്ടാവാം. നോൺ ഗ്ലോമെറുലാർ എന്ന് പറയുമ്പം ഇൻഫെക്ഷൻസ്, ട്യൂമർ, ട്യൂബർക്കുലോസിസ്, കിഡ്നി ഡിസീസ്, ട്രോമ, ആ കേസസിലൊക്കെ യൂറിനിൽ ബ്ലഡ് വരുമ്പോൾ നമ്മൾ പറയുന്നതാണ് നോൺ ഗ്ലോമെറുലാർ ഡിസീസ്. പിന്നെ ഹെമറ്റോളജിക്കൽ കണ്ടീഷൻസ് സച്ച് എസ് കൊയാഗുലേഷൻ ഡിസോർഡറും സിക്കിൾ സെൽ അനീമിയ. ഈ 2 കേസസിലാണ് നമുക്ക് ഹെമറ്റൂറിയ കാണുന്നത്, ഡിസീസ് ഓഫ് യൂറിനറി ട്രാക്റ്റും പിന്നെ ഹെമറ്റോളജിക്കൽ കണ്ടീഷൻ സച്ച് എസ് കൊയാഗുലേഷൻ ഡിസോർഡർ, സിക്കിൾ സെൽ ഡിസീസ്. ഇനി ടെസ്റ്റ് ഫോർ ദി ഡിറ്റക്ഷൻ ഓഫ് ബ്ലഡ് ഇൻ യൂറിൻ. സോ ഫസ്റ്റ് നമുക്കെന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. അതിൽ 3 or more number of red cells is seen per high power field. നമ്മൾ ഒരു ഫീൽഡ് ഫോക്കസ് ചെയ്യുമ്പോൾ 3 or more red cells കാണുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പറയും ബ്ലഡ് ഇൻ യൂറിൻ കൺഫേം ചെയ്യാം. ഇതെന്ന് വെച്ചാൽ ഒരു സാമ്പിളിൽ മാത്രമല്ല 3 out of 3 സാമ്പിൾ ടോട്ടലായിട്ട് കളക്ട് ചെയ്യും. അതിൽ അറ്റ്ലീസ്റ്റ് 2 സാമ്പിൾസിൽ നമുക്ക് ഈ റിസൾട്ട് കിട്ടണം. അതായത് 3 or more റെഡ് സെൽസ് ഒരു മൈക്രോസ്കോപ്പിക് ഫീൽഡിൽ നമുക്ക് കാണാൻ പറ്റണം. ഇവിടെ ഹൈ പവർ വ്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. കെമിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് 2 എണ്ണമാണ് ഉള്ളത്, ബെൻസിഡീനും ഓർത്തോടോളിഡീനും. 2ഉം ക്രോമോജൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ബെൻസിഡീനെ സാച്ചുറേറ്റ് ചെയ്യണം വിത്ത് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. അപ്പോൾ ബെൻസിഡീനും ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡും കൂടെ ഒരു മിക്സ്ചർ ഫോം ചെയ്യും. എന്നിട്ട് ആ മിക്സ്ചറിൻ്റെ 1 ml നമ്മൾ എടുക്കണം. ടു ദാറ്റ് വി വിൽ ആഡ് 1 ml ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പം 1 ml ഓഫ് സാച്ചുറേറ്റഡ് 1 ml ഓഫ് ബെൻസീനും ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡും കൂടെ മിക്സ് ചെയ്തൊരു മിക്സ്ചറും 1 ml ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡും എടുക്കും. എന്നിട്ട് നമ്മൾ അതിലേക്കാണ് യൂറിൻ ആഡ് ചെയ്യുന്നത്. യൂറിൻ ആഡ് ചെയ്യുമ്പം ഒരു ഗ്രീൻ കളർ കിട്ടും, ബിക്കോസ് നമ്മുടെ ക്രോമോജൻ ഓക്സിഡൈസ് ആവുന്നുണ്ട്. ഇതാണ് നമ്മൾ ബെൻസിഡീൻ ടെസ്റ്റിന് ചെയ്യുന്നത്. സെയിം തിങ് തന്നെയാണ് ഓർത്തോടോളിഡീനും ചെയ്യുന്നത്. മെയിൻലി നമ്മൾ ആഡ് ചെയ്യുന്ന ക്രോമോജൻ ഇൻ ദ പ്രസൻസ് ഓഫ് ബ്ലഡ് അത് ഓക്സിഡൈസ്ഡ് ക്രോമോജനായി മാറും, വിച്ച് ഗിവ്സ് കളർ. ഇനി നമ്മളത് ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യുമ്പം പോസിറ്റീവ് കെമിക്കൽ ടെസ്റ്റ് ഫോർ ബ്ലഡ് ആണെങ്കിൽ യൂറിൻ മൈക്രോസ്കോപ്പി ചെയ്തു. നമ്മൾ എന്തായാലും ഇപ്പം കെമിക്കൽ ടെസ്റ്റ് പോസിറ്റീവായിട്ട് കിട്ടിയാലും നമ്മൾ എന്തായാലും യൂറിൻ മൈക്രോസ്കോപ്പിക്ക് പോകണം. അപ്പോൾ നമ്മൾ കെമിക്കൽ ടെസ്റ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ യൂറിൻ മൈക്രോസ്കോപ്പി ചെയ്തു. അതിൻ്റെ അകത്ത് നമുക്ക് ഈതർ ഇറ്റ് ക്യാൻ ബി റെഡ് സെൽസ് ആർ പ്രസൻറ്റ് ഓർ റെഡ് സെൽസ് ആർ ആബ്സെൻറ്റ്. റെഡ് സെൽസ് ആർ ആബ്സെൻ്റ് എന്ന് പറയുമ്പം ഹീമോഗ്ലോബിനൂറിയ, മയോഗ്ലോബിനൂറിയ, ലൈസിസ് ഓഫ് റെഡ് സെൽസ്, ആ കണ്ടീഷൻസിലാണ്. ഇനി റെഡ് സെൽസ് ആർ പ്രസൻറ്റ് എന്ന് പറയുമ്പം ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദ റെഡ് സെൽസ് ആർ പ്രസൻറ്റ്. ഇപ്പം റെഡ് സെൽസ് കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലായിട്ടിരിക്കുകയാണെങ്കിൽ അത് ഇൻഡിക്കേഷൻ ഓഫ് ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്. ഇപ്പം റെഡ് സെൽസ് മാത്രമേ ഉള്ളൂ, അത് സ്റ്റോൺ ആവാം, ട്യൂമർ ആവാം, പോസ്റ്റ് കാത്തട്രൈസേഷൻ ആവാം. ഇപ്പം WBC കാസ്റ്റ് ആണെങ്കിൽ പൈലോനെഫ്രൈറ്റിസ്. ഇപ്പം WBC മാത്രമാണെങ്കിൽ ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ ട്യൂമേഴ്സ് ആവാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കെമിക്കൽ ടെസ്റ്റ് ഫോർ ബ്ലഡ് ചെയ്യണം, പിന്നെ യൂറിൻ മൈക്രോസ്കോപ്പി ചെയ്യണം. ഇഫ് റെഡ് സെൽസ് ആർ പ്രസൻറ്റ്, അത് ഡിപ്പെൻഡിങ് ഓൺ ഹൗ ഇസ് ഇറ്റ് പ്രസൻറ്റ്. ഇപ്പം റെഡ് സെൽ കാസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്. ഇപ്പം റെഡ് സെൽസ് മാത്രമാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി സ്റ്റോൺ, ട്യൂമർ, പോസ്റ്റ് കത്തട്രൈസേഷൻ. WBC കാസ്റ്റ് ആണെങ്കിൽ പൈലോനെഫ്രൈറ്റിസ്. പിന്നെ WBC മാത്രമാണെങ്കിൽ ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇഫ് റെഡ് സെൽസ് ആർ ആബ്സെൻറ്റ്, ഹീമോഗ്ലോബിനീമിയ, മയോഗ്ലോബിനീമിയ, ലൈസിസ് ഓഫ് റെഡ് സെൽസ്. ഇനിയും ഇവിടെ കോസസ് ഓഫ് false positive test. Contamination of urine by menstrual blood in female. പിന്നെ contamination of urine by oxidizing agent. ഇതെന്ന് വെച്ചാൽ ഇൻഫെക്ഷ്യസ് കണ്ടീഷൻസിൽ
ബാക്ടീരിയൽ ടോക്സിൻസ് ഒക്കെ റിലീസ് ആവുന്നുണ്ടല്ലോ, ആ കേസിലാണ് ഇവിടെ പറയുന്നത് കണ്ടാമിനേഷൻ ബൈ ഓക്സിഡൈസിങ് ഏജന്റ്. പിന്നെ കോസസ് ഓഫ് ഫോൾസ് നെഗറ്റീവ് പ്രസൻസ്, ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് പ്രസൻസ് പറഞ്ഞു, ഇവിടെ അപ്പോൾ നമുക്ക് പറയാം പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് ഏജന്റ്. പിന്നെ യൂസ് ഓഫ് ഫോർമാലിൻ ആസ് എ പ്രിസർവേറ്റീവ് ഇൻ യൂറിൻ. കോസസ് ഓഫ് ഫോൾസ് പോസിറ്റീവ് മെൻസ്ട്രൽ ബ്ലഡിന്റെ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ കണ്ടാമിനേഷൻ ബൈ ഓക്സിഡൈസിങ് ഏജന്റ്. ഫോൾസ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ presence of reducing agent അല്ലെങ്കിൽ use of formalin as a preservative. ഇപ്പോൾ ബ്ലഡ് കഴിഞ്ഞു, ഇനി നമ്മൾ ഹീമോഗ്ലോബിൻ. presence of free hemoglobin in urine is known as hemoglobinuria. ഇതിൻ്റെ കോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെമറ്റൂരിയ വിത്ത് സബ്സിക്വൻറ്റ് ലൈസിസ് ഓഫ് റെഡ് സെൽസ് ഇൻ യൂറിൻ. ഇപ്പം നമ്മുടെ യൂറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറവാണ്, എന്നിട്ട് നമ്മുടെ യൂറിനിൽ ബ്ലഡ് സെൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലൈസിസ് നടക്കും, അങ്ങനെ ഹീമോഗ്ലോബിൻ റിലീസ് ആവും. അങ്ങനെയാണ് ഹെമറ്റൂരിയ വിത്ത് സബ്സിക്വൻറ്റ് ലൈസിസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ യൂറിൻ ഓഫ് ലോ സ്പെസിഫിക് ഗ്രാവിറ്റി. പിന്നെ ഇൻട്രാവാസ്കുലർ ഹീമോലൈസിസ്, ആ കേസസിൽ ഹീമോഗ്ലോബിൻ അത്രയേ ഉള്ളൂ, അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ സ്ട്രയേറ്റഡ് മസിൽസ് ലൈക്ക് സ്കെൽറ്റൽ മസിൽസ് ഓർ കാർഡിയാക് മസിൽസ് വിച്ച് ബൈൻഡ്സ് ടു ഓക്സിജൻ. ഇപ്പം മയോഗ്ലോബിനൂറിയ പ്രസൻറ്റ് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഓഫ് സ്കെലറ്റൽ മസിൽ ഓർ കാർഡിയാക് മസിൽ ഇഞ്ചുറി. ഇതിന് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് അമോണിയം സൾഫേറ്റ് സോളബിലിറ്റി ടെസ്റ്റ്. അതായത് നമ്മൾ യൂറിൻ എടുക്കുക, അമോണിയം സൾഫേറ്റ് എടുക്കുക, അത് സോളബിൾ ആണെങ്കിൽ അത് മയോഗ്ലോബിൻ പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറയും. ഇനിയും നൈട്രൈറ്റ് അല്ലെങ്കിൽ ലൂക്കോസൈറ്റ് എസ്റ്ററേസ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൺഫേം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് നൈട്രൈറ്റ് അല്ലെങ്കിൽ ലൂക്കോസൈറ്റ് എസ്റ്ററേസ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നൈട്രൈറ്റ് ടെസ്റ്റ്. ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഇഫ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ യൂറിൻ ദേ വിൽ റെഡ്യൂസ് നൈട്രേറ്റ്സ് ടു നൈട്രൈറ്റ്സ് ത്രൂ ദ ആക്ഷൻ ഓഫ് ബാക്ടീരിയൽ എൻസൈംസ് നൈട്രേറ്റ് റിഡക്ടേസ്. അപ്പം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ സച്ച് ആസ് ഈക്കോളൈ, സാൽമോണല്ല, ക്ലെപ്സിയല്ല, ഇത് നമ്മുടെ യൂറിനിൽ സാധാരണ പ്രസൻറ്റ് ഉള്ള നൈട്രേറ്റ്സിനെ നൈട്രൈറ്റ്സ് ആയിട്ട് മാറ്റും ബൈ ദ എൻസൈം നൈട്രേറ്റ് റിഡക്ടേസ്. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് യൂറിൻ സാമ്പിളാണ്. കാരണം ഈ നൈട്രേറ്റ്സിനെ നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ മിനിമം 4 hours എടുക്കും. അപ്പം നമുക്ക് ഉടനെ, അതായത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടുള്ള യൂറിനാണ് നമുക്ക് വേണ്ടത്. അപ്പം ബെസ്റ്റ് സ്പെസിമെൻ്റ് എന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് സ്പെസിമെൻ്റ് ആണ്. അതേപോലെ ഇവിടെ എന്ന് വെച്ചാൽ ഇത് പോസിറ്റീവ് ആവണമെങ്കിൽ സഫിഷ്യൻറ്റ് ഡയറ്ററി ഇൻടേക്ക് ഓഫ് നൈട്രേറ്റും വേണം, എന്നാലേ നമുക്ക് നൈട്രേറ്റിനെ നൈട്രൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പം ഫസ്റ്റ് എന്ന് വെച്ചാൽ സ്പെസിമെൻ്റ് ഏർലി മോർണിംഗ് സാമ്പിൾ വേണം, സെക്കൻഡ് സഫിഷ്യൻറ്റ് ഡയറ്ററി ഇൻടേക്ക് ഓഫ് നൈട്രേറ്റും വേണം. ഇനി ലൂക്കോസൈറ്റ് എസ്റ്ററേസ്. ഇറ്റ് ഡിറ്റക്ട്സ് ദ എൻസൈം എസ്റ്ററേസ് released in urine from granules of leukocyte. ഈ ലൂക്കോസൈറ്റ് എസ്റ്ററേസ് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്യും. യൂറിൻ കൾച്ചർ ചെയ്തിട്ട് ഏത് ബാക്ടീരിയ ആണ് യൂറിനിലുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഇത് പറയുമ്പോൾ നമ്മുടെ കെമിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഈ ലാസ്റ്റ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ സമയത്താണ് ചെയ്യുന്നത്, നൈട്രേറ്റ് ടെസ്റ്റും ലൂക്കോസൈറ്റ് എസ്റ്ററേസ് ടെസ്റ്റും. ഇനി നമ്മുടെ അടുത്ത് വരുന്നതാണ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് യൂറിൻ is also called as liquid biopsy of urinary tract. ഈ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് യൂറിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ യൂറിനറി സെഡിമെൻറ്റ്സ് കാണാൻ പറ്റും. അത് സെൽസ് ആവാം, ക്ലാസ് ആവാം, ക്രിസ്റ്റൽസ് ആവാം, ഓർഗാനിസംസ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. ഇപ്പോൾ സെൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്നത് RBC, WBC, എപ്പിത്തീലിയൽ സെൽസ്, ഓവൽ ഫാറ്റ് ബോഡീസ്. ക്ലാസ് എന്ന് പറയുമ്പം അത് സെല്ലുലർ ആവാം, നോൺ സെല്ലുലർ ആവാം.
സെല്ലുലർ ആകുമ്പം റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, റീനൽ എപ്പിത്തീലിയൽ സെൽസ്. നോൺ സെല്ലുലർ എന്ന് പറയുമ്പം ഹൈലിൻ, വാക്സ്, ഫാറ്റി. ഇനി ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പം ഈ ക്രിസ്റ്റൽസ് നമുക്ക് നോർമൽ ആവാം, അത് അബ്നോർമലും ആവാം. പിന്നെ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ഓരോ ബാക്ടീരിയ, വൈറസസ്, ഈസ്റ്റ് അങ്ങനെയൊക്കെ. പിന്നെ അതേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൽസിൽ സ്പേം നമുക്ക് ചിലപ്പോൾ യൂറിനിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ യൂറിനറി സെഡിമെന്റ്സ്. ഫസ്റ്റ് സെൽസ്, ക്ലാസ്റ്റ്, ക്രിസ്റ്റൽസ്, ഓർഗാനിസം, പിന്നെ മെയിൽസിൽ സ്പേം. ഇനി ഇതൊരു ക്വാളിറ്റേറ്റീവ് ടെക്നീക്കാണ്. യൂറിൻ നമുക്ക് ഫ്രഷ്ലി വോയിഡഡ് യൂറിൻ വേണം. ഇത് വിത്തൗട്ട് എനി ഡിലേ വി ഹാവ് ടു പെർഫോം, ബിക്കോസ് അതർവൈസ് സെല്ലുലർ ഡീജനറേഷൻ. നമ്മൾ സെല്ലാണല്ലോ നോക്കുന്നത്, അപ്പം ഈ സെല്ലില്ലെങ്കിൽ എന്ത് നോക്കാനാ? അപ്പം നമ്മൾ സെല്ല് വേണം. അതുകൊണ്ട് തന്നെ ഫ്രഷ്ലി വോയിഡ് യൂറിൻ ആണ് നമ്മൾ സ്പെസിമെന്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നോക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യാം. അത് 1 crystal ഓഫ് തൈമോൾ ഓർ 1 drop ഓഫ് ഫോർമാലിൻ ആഡ് ചെയ്യാം. പിന്നെ ഇനിയും നമ്മൾ സെഡിമെന്റ് എങ്ങനെ കിട്ടുന്നു? നമ്മൾ യൂറിൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക, എന്നിട്ട് അതിനെ സെൻട്രിഫ്യൂഗ് ചെയ്യുക. സെൻട്രിഫ്യൂഗ് ചെയ്യുന്ന ഫോർ 5 minutes വിത്ത് 1500 rotations per minute. സെൻട്രിഫ്യൂഗ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ സെഡിമെന്റ്സ് കിട്ടും. ഈ സെഡിമെന്റ്സ് മാത്രം നമ്മൾ എടുത്തിട്ട് ഒരു സ്ലൈഡിൽ ഇടുക, എന്നിട്ട് മൈക്രോസ്കോപ്പിന് അണ്ടറിൽ വ്യൂ ചെയ്യാം. അപ്പം എങ്ങനെ സ്പെസിമെന്റ് എടുക്കുന്നു എന്ന് വെച്ചാൽ, യൂറിൻ എടുക്കുക, സെൻട്രിഫ്യൂഗ് ചെയ്യുക, സൂപ്പർനേറ്റന്റിനെ ഡിസ്കാർഡ് ചെയ്യുക, സെഡിമെന്റ്സ് മാത്രം എടുത്ത് ടെസ്റ്റ് ട്യൂബിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യാം. ഇനി ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, സെൽസ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, ക്രിസ്റ്റൽസ് ഉണ്ട്, ഓർഗാനിസംസ്, പിന്നെ സ്പേംസ്. എൻ്റെ അടുത്ത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സെൽസ്. സെൽസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റെഡ് ബ്ലഡ് സെൽസ്. ഈ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുമ്പം നമ്മൾ ശരിക്കും കാണുന്നതെന്ന് വെച്ചാൽ ഒരു സ്മോൾ ഓവൽ അല്ല, ബൈകോൺകേവ് ഡിസ്ക് ആണ്. സ്മോൾ, സ്മൂത്ത് ആണ്. ഇത് ഒരു പെർഫെക്റ്റ് ബോർഡർ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇത് സ്മോൾ, സ്മൂത്ത്, ഒരു യെല്ലോയിഷ് കളറാണ്. RBC ന്യൂക്ലിയസ് ഇല്ല. അപ്പം എ ന്യൂക്ലിയേറ്റ് ബൈകോൺകേവ് ഡിസ്ക്സ് ആണ് ഇതൊക്കെ. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുമ്പോൾ, സ്മോൾ, സ്മൂത്ത്, യെല്ലോയിഷ്, എ ന്യൂക്ലിയേറ്റ് ബൈകോൺകേവ് ഡിസ്ക്സ്. ഇത് നമ്മൾ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ യെല്ലോ കളർ കാണുന്നില്ല, പക്ഷെ ഇതാണ് സംഭവം. ബൈകോൺകേവ് ഡിസ്ക് ഷേപ്ഡ് സ്മോൾ എ ന്യൂക്ലിയേറ്റ് സെൽസ്. ഇപ്പം നമ്മൾ ഇത് നോർമൽ ഫ്രഷ് യൂറിൻ സാമ്പിളിൽ ഇപ്പം നമ്മുടെ യൂറിൻ ഹൈപ്പർട്ടോണിക് ആണെന്ന് വിചാരിച്ചോ. ഇൻ ദാറ്റ് കേസ് നമുക്ക് ക്രെസൻറ്റ് ഷേപ്ഡ് സെൽസ് ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ക്രെസൻറ്റ് ഷേപ്ഡ് ആയിരിക്കും. ഇപ്പം ഹൈപ്പോട്ടോണിക് ആണെങ്കിൽ ഈ റെഡ് ബ്ലഡ് സെൽസിൻ്റെ സ്വെല്ലിംഗ് ഉണ്ടാവും. അപ്പം എൻലാർജ്ഡ് RBCs ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ചില കേസസിൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഡിസ്മോർഫിക് ആവും, അതായത് പ്രത്യേകിച്ച് ഒരു ഷേപ്പില്ല. ഇപ്പം നമ്മളൊരു സ്പെസിമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് 80% ഓഫ് ദ റെഡ് ബ്ലഡ് സെൽസ് ഡിസ്മോർഫിക് ആണെങ്കിൽ ഇറ്റ് ഇസ് സജസ്റ്റീവ് ഓഫ് ഗ്ലോമെറുലർ പാത്തോളജി, അതായത് ഗ്ലോമെറുലർ ഡിസീസ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുക. 80% ഓഫ് ദ സെല്ല് ഈ ഡിസ്മോർഫിക്, അതായത് ഒരു ഷേപ്പും ഇല്ലാതിരിക്കുക. അപ്പം RBCs എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 4 ഷേപ്പാണുള്ളത്. ഒന്ന് നമ്മുടെ ഫ്രഷ് യൂറിൻ സാമ്പിളിൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്മോൾ, സ്മൂത്ത്, യെല്ലോയിഷ് ബൈകോൺകേവ് എ ന്യൂക്ലിയേറ്റ് സെൽസ്. ഹൈപ്പർട്ടോണിക് എന്ന് പറയുമ്പം ഇവിടെ ക്രെസൻറ്റ് ഷേപ്ഡ് ആണ്. ഹൈപ്പോട്ടോണിക് എന്ന് പറയുമ്പോൾ റെഡ് ബ്ലഡ് സെൽസ് സ്വെല്ലിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ